കോമേസ്ത്രിയ വ്യഭിചാരദുഷ്ട കൃഷ്ണൈ കൊശേഷ നിഖിലാത്മനി രൂഢഭാവ എന്ന് ഭാഗവതത്തിലൂടെ ഉദ്ധവൻ എൻ്റെ വാക്കുകളിലൂടെ നമുക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഉദ്ധവനോ ഒന്നുണ്ടായിരുന്നു. എന്താണെന്ന് അറിയാമോ? ഞാൻ ജ്ഞാനിയാണ്, ഭഗവാന്റെ കൂട്ടുകാരനാണ്, ഭഗവാന്റെ ഉച്ഛിഷ്ട ഭോജനോ ദാസ തവ മായാം ജയമഹി. ഭഗവാൻ ധരിക്കുന്നതായ മാല ധരിച്ചു. ഭഗവാൻ കാല് കഴുകിയത് തീർത്ഥാടനം സ്വീകരിച്ചു. ഭഗവാൻ ധരിച്ചതിന് ശേഷം കിട്ടുന്നതായ ഗോപീചന്ദനം ഞാൻ ധരിച്ചു. ഭഗവാന്റെ ഭക്ഷണത്തിന് ശേഷം ഭഗവാൻ തന്നെ പൊട്ടിച്ച് വായിലേക്ക് നൽകി അത് കഴിച്ചു. അപ്പോൾ ഉദ്ധവന് വിചാരിച്ചു, ഞാനാണ് കേമൻ, ഞാനാണ് ഭക്തൻ. കാരണം ഭഗവാന് തുല്യനാണ്, ഭഗവാനെ പോലെ തന്നെയാണ് ഉദ്ധവനും ഇരിക്കുന്നത്. ഭഗവാനായിട്ടൊരു വ്യത്യാസമൊന്നുമില്ല എന്നർത്ഥം, ഒരു മയിൽപീലിയുടെ കുറവുള്ളൂ. അപ്പോൾ അത്രയ്ക്ക് സുന്ദരനുമാണ്. അപ്പോൾ ഇദ്ദേഹം വിചാരിച്ചു, എൻ്റെ പൊന്നോ എപ്പോഴും ഭഗവാന്റെ കൂടെയാണ്, മറ്റേതാണ് മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പം പിന്നെ പോയേക്കാം, ഗോപികമാരെ കാണാൻ പോയേക്കാമെന്ന് അദ്ദേഹം വിചാരിച്ചു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ദൈവമേ, അവിടെ ഭ്രാന്തമായ ഒരു ഭക്തിയാണ്. അവിടെ വീടുകളുടെ മുമ്പിൽ തന്നെ അവിടെ കൃത്യമായ രീതിയിൽ തന്നെ ചെറിയ രീതിയിൽ തന്നെ എപ്പോഴും കൃഷ്ണനെ ഭജിച്ചുകൊണ്ട് കൃഷ്ണഗീതങ്ങൾ പാലിക്കൊണ്ട് തൈരും പാലും എണ്ണയൊക്കെ കൃഷ്ണൻ വരുന്നു എന്നുള്ള ചിന്തയിലൂടെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഉദ്ധവന് മനസ്സിലായത്, MA BEd അല്ലെങ്കിൽ മറ്റേ THC MBBS അതൊന്നും അല്ല പ്രധാനം എന്നർത്ഥം. അവിടെ വിദ്യാഭ്യാസമോ ജ്ഞാനമോ അല്ലെങ്കിൽ സംസ്കൃത പഠനമോ അല്ലെങ്കിൽ വേദമന്ത്ര ജപങ്ങൾ പഠനമോ അല്ലെങ്കിൽ രാജതത്വങ്ങളെ പറ്റിയുള്ള പഠനമോ ഒന്നുമല്ല അവിടെ പ്രധാനം. അവിടെ അചഞ്ചലമായ ഭക്തി, അഖേദമായിരുന്നു. 4ാം ക്ലാസ് വിദ്യാഭ്യാസം പോലും ഇല്ലാത്തതായ ഗോപികമാർ അവിടെ ചെന്നിട്ട് അവിടെ കറ മുഴുവൻ മാറി നടത്തണം. ഭക്തനാവണമെങ്കിൽ എന്ത് വേണം? ചുമ്മാ വെറുതെ കീർത്തനം ചൊല്ലിയിട്ട് ഒരു കാര്യമില്ല. കറ മുഴുവൻ മാറണം. കീർത്തനങ്ങൾ നിരന്തരമായി ചൊല്ലിയാലേ കറ പോവുള്ളൂ. അപ്പോൾ അങ്ങനെ കറ കളയണം. ഭഗവാൻ വിചാരിച്ചു, ഇവൻ്റെ കറ മുഴുവൻ കളയണം. ശകലം കറ ബാക്കിയിട്ടുണ്ട്. കാരണം താൻ തിരിച്ചു പോകുന്നതിന് മുമ്പ് 125 വർഷം ലോകത്തെ മുഴുവൻ സ്നേഹിച്ചതായ ഭഗവാൻ തിരിച്ചു പോകുന്നതിന് മുമ്പ് ഏൽപ്പിക്കേണ്ടത് ആരെയാണ്? തൻ്റെ പാദങ്ങളെ ഏൽപ്പിക്കേണ്ടത് സംശയമൊന്നുമില്ല. താൻ ചരിക്കുന്ന ചെരുപ്പിനെ ഏൽപ്പിക്കേണ്ടത്, മെതിയുടെ ഏൽപ്പിക്കേണ്ടത് ഉദ്ധവനെ തന്നെയാണ്. അപ്പോൾ ഉദ്ധവനെ ഏൽപ്പിച്ച് പോകുന്നതിന് മുമ്പ് ഉദ്ധവനുണ്ടാകുന്നതായ ചെറിയൊരു കറ, ഞാൻ ഭഗവാന്റെ കൂട്ടുകാരനാണ്, ഭഗവാന്റെ അനിയനെ പോലെ തന്നെ ഭഗവാന്റെ ഒപ്പം തന്നെയാണ് എന്നുള്ളതായ ഒരു ചെറിയൊരു. അപ്പോൾ അഹമെന്നൊരു ഭാവം തീർത്ത് അകലാനീ മന്ത്രം അകതാരിൽ സമഭാവം നിറയാനീ മന്ത്രം. അപ്പോൾ നാരായണ മന്ത്രത്തിൻ്റെ പ്രത്യേകതയാണ് അകഭാവിൽ സമഭാവം നിറയാനീ. നമശിവായവരെ ദുർഗായതെ എല്ലാതെ സമഭാവം നിറയാനീ മന്ത്രമായിരിക്കുന്നതായ എന്തായാലും അത് കൃഷ്ണനായാലും അത് വിഷ്ണുവായാലും അത് ഹനുമാനായാലും അത് ഭഗവതി ആയാലും അത് ഭദ്രകാളി ആയാലും അത് ഗണപതി ആയാലും തലപ്പുഞ്ഞ മഹാദേവനായാലും മായിക്കരക്കാവിലമ്മയായാലും ചോറ്റാനിക്കര അമ്മയായാലും തിരുപ്പതി മഹാദേവനായാലും തിരുപ്പതി കൃഷ്ണനായാലും തിരുപ്പതി വലിയ തിരുപ്പതി തേവരായാലും, തിരുപ്പതി മഹാദേവൻ എന്ന് പറയാൻ കാരണം തിരുപ്പതിയിൽ മഹാദേവ ക്ഷേത്രമുണ്ട്, തിരുപ്പതി കൃഷ്ണനുണ്ട്, തിരുപ്പതി വലിയ ക്ഷേത്രം. അപ്പോൾ നമുക്കറിയാം ഏത് തന്നെയായാലും കറ മുഴുവൻ പോകണം. കറ മുതലാം ദുഷ്ടജന്തുക്കൾ അന്തം കൂടാതെ ഇങ്ങ് കൂടും കുതുകുമെന്ന് കൂത്താടിടുമ്പോൾ വാടാതിങ്ങോട്ട് വന്നാൽ പകലിരവിയുടെ പള്ളി നായാട്ടുമായി കൂടാമങ്ങയ്ക്ക് കൂടാദിമ സബര ശരീരാർത്ഥമാം കുഞ്ഞിൽ മാതെ വായില്ല കുഞ്ഞിലപ്പൻ. നമ്മൾ വർഷങ്ങളോളം അവിടെ കൂട്ടുവായനയ്ക്ക് പോയതാണ്. പ്രഭാഷണത്തിനൊക്കെ അത്യാവശ്യം സമ്മതിക്കാറുമുണ്ട്. അവിടെ താഴെ ഇരിക്കുന്നതായ വായില്ല കുഞ്ഞിലപ്പൻ്റെ താഴെ ചവർക്കാടില്ലത്തായ അപ്പൻ, അതുപോലെ തന്നെ മാതാ കൃഷ്ണപ്രിയാനന്ദ സരസ്വതി ഒക്കെ കൂടി അവരുടെയൊക്കെ അനുഗ്രഹം കൊണ്ട് അവിടെ പോയി പ്രഭാഷണങ്ങളും അതുപോലെ തന്നെ അവിടെ തന്നെ വായനയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം കുഞ്ഞിൽ മാത വലിയ ക്ഷേത്രമായിട്ട് വലിയ കേമായിട്ട് ഇരിക്കുന്നു. താഴെ വായില്ല കുഞ്ഞിലപ്പൻ ചെറിയ ശ്രീകോലൊക്കെ ആയിട്ടിരിക്കുന്നു. നമ്മൾ അടുത്ത ബന്ധു തന്നെയാണ് മേശാന്തി, അദ്ദേഹം ചവർക്കാടില്ലത്ത തന്നെയാണ്. അപ്പം അങ്ങനെ ഉള്ളതായ ഒരു ചൈതന്യം. അപ്പോൾ വായില്ല കുഞ്ഞിലപ്പൻ എന്നുള്ളതായ വായു കീറി ബാലരുചി നുണ പറഞ്ഞിട്ട് എന്ത് സംഭവിച്ചു? അവിടെ വായില്ല കീറിയിൽ വായില്ലെങ്കിൽ ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞതായ ചരിത്രങ്ങളടക്കം നോക്കുമ്പോൾ നമുക്കറിയാം
അവിടെ ഗോപികന്മാരുടെ പാദധൂളി അവിടെ ശിരസ സ്വീകരിക്കുകയാണ് ഉദ്ധവനുണ്ടായത്. അപ്പോൾ നമുക്കറിയാം, നമുക്ക് അങ്ങനെ സാധിക്കുന്നുണ്ടോ? ക്ഷേത്രം അടയ്ക്കുന്നതിന് മുമ്പ് ഇവിടെ താഴെ നമസ്കരിക്കാറുണ്ട്. 16-17 വർഷം സർവീസായി. അവിടെ ക്ഷേത്രത്തിൽ പോയാലും പൂജ കഴിഞ്ഞാൽ മണ്ഡപത്തിന് താഴെ നിന്ന് നമസ്കരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? അനേകായിരം ഭക്തജനങ്ങൾ വന്നു ചേർന്നതായ ക്ഷേത്രത്തിൽ, അനേകം പേര് വന്നു ചേർന്ന ഒരു ക്ഷേത്രത്തിൽ പാദധൂളി, ഭക്തജനങ്ങളുടെ പാദധൂളിയിൽ വീണ് ഉരുളുമ്പോൾ മാത്രമേ എന്തായിത്തീരുന്നുള്ളൂ? ഭക്തരായിത്തീരുന്നു. ചിലരൊക്കെ തീർത്ഥയാത്രയൊക്കെ പോയിട്ട് അവിടെ സെൽഫിയൊക്കെ എടുത്ത് അവിടെയൊക്കെ എടുത്ത് എല്ലാവരുമായിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത്, എന്നാൽ ഒരാളെങ്കിലും ഞാൻ ഇന്നടുത്ത് പോകുന്നുണ്ട്, ഒരു കഴിവില്ലാത്ത അല്ലെങ്കിൽ പോകണമെന്ന് ആഗ്രഹമുള്ള സാമ്പത്തിക സ്ഥിതിയില്ലാത്ത ഒരാളെയും കൂടെ കൊണ്ടുപോകാതില്ല. അന്ന് ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്തിങ്ങനെ വെക്കും. ഞാൻ അവിടെ പോയി ചെയ്യണം, ഇവിടെ പോയി ചെയ്യണം. മള്ളിയൂർ മുത്തശ്ശന് ഒരു മടിയുണ്ടായില്ല. ഗോപികുമാർ ലീലയാടിയ സ്ഥലത്ത് അവിടെ ചെന്നപ്പോൾ അദ്ദേഹം അവിടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ ആ 2 വഴികളിലൂടെയും നിറച്ച് കടകളാണ്, കച്ചവടക്കാരാണ്, പശുവാണ്, മറ്റ് ജീവികളൊക്കെ നടക്കുന്ന തിങ്ങി നിറഞ്ഞതായ ഒരു വഴി, ചാണകം നിറഞ്ഞതായ വഴി, ആ ചെളി നിറഞ്ഞതായ വഴിയിൽ അദ്ദേഹം വണ്ടിയിൽ ഇറങ്ങിയപ്പോൾ തന്നെ മള്ളിയൂർ മുത്തശ്ശൻ അവിടെ കിടന്ന് ഉരുണ്ടു. നമ്മളെക്കൊണ്ട് സാധിക്കുന്നുണ്ടോ? തീർത്ഥയാത്ര പോകുമ്പോൾ നമ്മൾ അവിടെ ചെളി പറ്റുമോ? മുണ്ടയിൽ ചെളി പറ്റുമോ? അല്ലെങ്കിൽ വേറൊരാൾ നമ്മുടെ തിരിക്കും മുമ്പിൽ കയറിപ്പോയി അയാളെ പ്രാകും. എന്ത് കാര്യം? ആ തീർത്ഥയാത്ര പോയി കഴിഞ്ഞാൽ സംശയമൊന്നുമില്ല, ആ മണ്ണിൽ കിടന്ന് ഉരുളാൻ സാധിക്കണം. നിരവധി ഭക്തജനങ്ങൾ ജാതി, മത, വർഗ, രാഷ്ട്രീയ, ഭാഷാഭേദമന്യേ എത്തുന്നതായ ക്ഷേത്രങ്ങളിൽ അവിടെ ആ മണ്ണിൽ കിടന്ന് ഉരുളാൻ സാധിച്ചെങ്കിൽ മാത്രമേ തീർത്ഥയാത്രയും കൊണ്ട് ഒരു പ്രത്യേകതയുള്ളൂ. അപ്പോൾ ഉദ്ധവന് മനസ്സിലായത് ആ ഗോപികമാരുടെ ശിരസാധുരി. അത് ബലരാമസ്വാമിയുടെ തീർത്ഥയാത്രയൊക്കെ നമുക്കറിയാം. തത്ര ദുർഗാം ദദർശ സാ ദുർഗാദേവിയെ അതാ കന്യാകുമാരിയിൽ ചെന്ന് അദ്ദേഹം നമസ്കരിച്ചു. എന്തുകൊണ്ട്? ഈശ്വരൻ പോലും ക്ഷേത്രങ്ങളിൽ പോയി തൊഴുന്നത് നമുക്കൊക്കെ മടിക്കണ്ട. നമ്മൾ ഈശ്വരനല്ല, ഈശ്വരന് പോലും തീർത്ഥയാത്രയിലൂടെ ക്ഷേത്രങ്ങളിൽ പോയി തൊഴുന്ന ബലരാമസ്വാമി അവിടെ നമസ്കരിച്ചെങ്കിൽ, കന്യാകുമാരി ദേവിയെ നമസ്കരിച്ചെങ്കിൽ, അതുപോലെ തന്നെ ഗോകർണത്ത് പോയി ബലരാമസ്വാമി നമസ്കരിച്ചെങ്കിൽ നമുക്കെന്തിനു മടിക്കണം? നമുക്കെന്തിനു തീർത്ഥയാത്ര മടിക്കണം? തീർത്ഥയാത്രയുടെ യഥാർത്ഥ ഫലം. ഞാൻ ആരെയും കുറ്റം പറഞ്ഞില്ല. എൻ്റെ കുടുംബമടക്കം എവിടെയെങ്കിലും ക്ഷേത്രങ്ങളിൽ കൊണ്ടുകഴിഞ്ഞാൽ ഇറങ്ങുന്നതിന് മുമ്പ് വിശപ്പാ, എൻ്റെ പൊന്നും അടുത്ത ഹോട്ടലിൽ വെച്ചു വിശപ്പ്. അതാണ് മായയുടെ പ്രത്യേകത. വേറെ എവിടെ പോയാലും നമുക്ക് വിശപ്പില്ലോണ്ടോ? വേറെ എവിടെ പോയാലും, ഒരു ഫംഗ്ഷൻ പോയാലും നമ്മൾ ലാസ്റ്റത്തെ ട്രിപ്പ് എല്ലാവർക്കും വിളമ്പി കൊടുക്കുകയോ ഒരുമിച്ചിരുന്ന് കഴിക്കും. പക്ഷേ തീർത്ഥയാത്ര പോയി, ഇപ്പോൾ ചോറ്റാനിക്കര തൊഴുവാൻ പോയി ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും വിശപ്പ്, ഭയങ്കര വിശപ്പ്. ആദ്യത്തെ ആര്യാസിലോ അല്ലെങ്കിൽ ആദ്യത്തെ രാജലക്ഷ്മിയിലോ അല്ലേപ്പെട്ടെന്ന് വെച്ചാൽ ആദ്യം കയറണം. അതാണ് മായയുടെ പ്രത്യേകത. കാരണം അതിനൊരു കാരണമുണ്ട്. നമ്മുടെ ശരീരത്തിലുള്ളതായ സകലവിധ ആമയങ്ങളും ദഹന പ്രക്രിയയടക്കം എവിടെ സമർപ്പിക്കുന്നു? ആ ചൈതന്യത്തിൽ സമർപ്പിക്കുന്നു. ആ ചൈതന്യത്തിൽ സമർപ്പിച്ച് കഴിയുമ്പോൾ എന്തായി? ശരീരം, മനം ഒക്കെ എല്ലാം ശുദ്ധമായി കഴിഞ്ഞാൽ പിന്നെ വിശപ്പുണ്ടാവില്ലേ? ദഹനപ്രക്രിയ അടക്കം ക്ലിയർ ആവുന്നു. അതുകൊണ്ടാണ് വിശപ്പ് കൂടുന്നത്. അപ്പോൾ ആ മായാശക്തി വരുമ്പോൾ തന്നെ നമുക്കറിയാം, അത് അല്ല ആൾക്കാർ വിചാരിക്കും ഇത് ക്ഷേത്രത്തിൽ തൊഴുതാൽ വിശപ്പ് കൂടുതലെന്ന്. അതിൻ്റെ യഥാർത്ഥ തത്വം ഇതാണ്. സകലവിധ എല്ലാം അവിടെ സമർപ്പിച്ച് കഴിയുമ്പോൾ എന്തുണ്ടാവും? അവിടെ ഒന്നും ബാക്കിയില്ല. അവിടെ ഞാനും തേവരും ഒന്നായി തീർന്നു കഴിയുമ്പോൾ, ഭഗവാനും ഭക്തനും അല്ലെങ്കിൽ ഭക്തയും ഒന്നായി തീർന്നു കഴിയുമ്പോൾ അവിടെ എന്തായിത്തീർന്നു? അവിടെ തന്നെത്താനെ ദഹനപ്രക്രിയ അടക്കം എല്ലാം നടന്ന് ശരീരവും മനസ്സും ശുദ്ധമായിട്ട് പിന്നീട് വിശപ്പ് വരും. അപ്പം നമുക്ക് ചോദിക്കാൻ സാധിക്കുന്നുണ്ടോ? ചോറ്റാനിക്കരമേ തൊഴുമ്പോൾ അമ്മ ഇന്നെന്തെങ്കിലും കഴിച്ചോ? അമ്മയ്ക്ക് സുഖമാണോ? തിരുപ്പതി ചെല്ലുമ്പോൾ ഭഗവാന് സുഖമാണോ? ഗുരുവായൂർ ചെല്ലുമ്പോൾ ഭഗവാൻ സുഖമാണോ? തലപ്പം ചെല്ലുമ്പോൾ ഭഗവാനും ഭഗവതിക്കും സുഖമാണോ? അതാണ് യഥാർത്ഥ മന്ത്രം. എവിടെ പോയി തൊഴുതാലും അവിടുത്തെ തേവർക്ക് സുഖമാണോ എന്ന് ചോദിക്കലാണ് യഥാർത്ഥ ഭക്തി. ഗോപികുമാരൻ പറഞ്ഞതാണ്, അവൻ സുഖമായിട്ടിരിക്കണില്ലേ എന്ന് ചോദിക്കേണ്ട. കാരണം അതൊരു പ്രേമത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, ചില ഫ്രസ്ട്രേഷൻസിൽ നിന്നുണ്ടാകുന്നതായ യഥാർത്ഥ ഭക്തിയാണ്. കണ്ണുനീരും കൊണ്ട് അവന് സുഖമല്ലേ? അവൻ കേമമായിട്ട് വലിയ രാജകുമാരിയോട് രാജകൊട്ടാരത്തിലേക്ക് വസിക്കുകയല്ലേ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അത് പോസിറ്റീവായിട്ട് തന്നെയാണ്. അവൻ നല്ല രീതിയിൽ വസിക്കണമെന്നുള്ളതായ ചിന്ത. നമുക്കങ്ങനെ ഗോപികുമാരെ പോലെ പറയാൻ സാധിക്കണം. എവിടെ പോയാലും ഭഗവാന് സുഖമാണോ, ഭഗവതിക്ക് സുഖമാണോ എന്ന് പറയാൻ സാധിക്കുമ്പോൾ മാത്രമേ യഥാർത്ഥ ഭക്തനാകി തീരുന്നു. അപ്പോൾ
നിഷ്കാമമായ ഭക്തി, ഒരു കാമവുമില്ലാതെ ഭക്തി വളരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ശനിയാഴ്ച നേരുന്നു.